എന്താണ് ഈ വിഷയത്തിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടിയുണ്ട്. ഇപ്പോൾ കോടതി ഒരുപക്ഷെ ഇടപെടുകയും ശക്തമായി നടപടിയെടുക്കുകയും മറ്റും ചെയ്താൽ ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥി അനിശ്ചിതത്വത്തിലാവും, സംശയമില്ല. ബിജെപി സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ മതവിദ്വേഷ പരാമർശത്തിൽ കേസിൽ നൽകിയ പരാതിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. അതേസമയം നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണൻ നടത്തിയത് ചട്ടവിരുദ്ധ പരാമർശമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജെപി ഗോപാലകൃഷ്ണനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേസമയം ഈ കേസ് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവാദ വീഡിയോ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലായാലും അല്ലാതെ രാഷ്ട്രീയ ഇടങ്ങളിലായാലും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഈ പരാമർശത്തിനെതിരെ ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വ സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിട്ട് ഈ ദിവസം നിർണായകമാണ്. കോടതി ഇതിലെന്ത് നിരീക്ഷണം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് മാത്രമല്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ ഒരു മതത്തെയും ബിജെപി തള്ളിപ്പറയില്ല എന്നുള്ള നിലപാടാണ്. അതായത് അത് പരാമർശം നടത്തിയവർ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. അത് ഗോപാലകൃഷ്ണൻ ബിജെപിയും തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് ഈ കേസ് പരിഗണിക്കുന്നത് നിർണായകമാണ് രഞ്ജിത്ത്.